അപ്പോൾ എല്ലാവരും നമ്മുടെ NMMS-ന്റെ അടുത്ത ക്ലാസ് ആണ് ഫിസിക്സിൻ്റെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ത്രസ്റ്റ് ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? എത്ര പേരെത്തി? ഓക്കെ, സോ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെയും കൂടി വിളിക്കുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് NMMS-ന്റെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു പോകുമായിരിക്കും അല്ലേ? സോ നമുക്കറിയാം ഇതിന് തൊട്ട് മുമ്പ് നിങ്ങൾ മോഷൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള, അതായത് കുറേയല്ല എന്നാലും ഒരു 1-2 ക്വസ്റ്റ്യൻ ഒക്കെ എപ്പോഴും NMMS-ൽ നമ്മൾ പ്രഷറിൻ്റെ പാർട്ടിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അഥവാ അല്ലെങ്കിൽ നമുക്ക് എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്കും ഇഷ്ടം എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? PYQ ചെയ്യാനല്ലേ ഇഷ്ടം? അപ്പം നമ്മൾ PYQ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ കോൺസെപ്റ്റ് പഠിക്കും. അതായത് ഡയറക്റ്റായിട്ട് നമ്മൾ കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ചെറിയൊരു പാർട്ട് എന്നാണ്. അധികം എപ്പോഴും റിപ്പീറ്റായിട്ട് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒപ്പം കുറച്ച് കണ്ടന്റും പഠിക്കാം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തൂടെ? Okay, so let's start. So what is pressure? അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രഷർ ആണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്. പ്രഷർ ആൻഡ് ത്രസ്റ്റ് അല്ലേ? എങ്കിൽ വാട്ട് ഈസ് പ്രഷർ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പ്രഷർ? സിമ്പിൾ അല്ലേ? ഇറ്റ് ഈസ് ദി ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? എന്താണ് പ്രഷർ അഥവാ മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിനെയല്ലേ പ്രഷർ എന്ന് പറയുന്നത്. യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ 1 മീറ്റർ ഏരിയയിൽ 1 മീറ്റർ ലെങ്ത് ആൻഡ് വിഡ്ത്ത് അഥവാ 1 മീറ്റർ ഏരിയ യൂണിറ്റ് ഏരിയ അല്ലേ? അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് വാട്ട്? പ്രഷർ. അഥവാ യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഷറാണ്, പ്രഷർ ആൻഡ് ത്രസ്റ്റ് ആണ് മർദ്ദം, അതുപോലെ വ്യാപക മർദ്ദം. ത്രസ്റ്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ പ്രഷറും ത്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് ഈ മർദ്ദവും വ്യാപക മർദ്ദവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതല്ലേ? നമുക്ക് ഈ പ്രോപ്പർ ഡെഫിനിഷൻ അറിയാം. എന്തായിരുന്നു പ്രഷറും ത്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്? ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ് ഈസ് കോൾഡ് ത്രസ്റ്റ്. ഒരു സർഫസിൽ നോർമലി എന്ന് വെച്ചാൽ എന്താ? പെർപെൻഡിക്കുലർലി. ഒരു സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നോർമലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. ദ ഫോഴ്സ് ആക്ടിങ് നോർമലി ഓൺ എ സർഫസ് ഈസ് കോൾഡ് വാട്ട്? ത്രസ്റ്റ്. എന്നാൽ പ്രഷർ എന്താ? പ്രഷർ ഈസ് ദി ത്രസ്റ്റ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഗിവൺ ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഗിവൺ യൂണിറ്റ് ഏരിയയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഏരിയയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് ഒരു സർഫസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ വി ക്യാൻ സേ ദാറ്റ് വാട്ട്? ത്രസ്റ്റ്. മലയാളത്തിൽ എങ്ങനെ പറയാം? ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം. ഇതാണ് ഒരു പ്രതലമെങ്കിൽ അതിൽ ലംബമായിട്ട് അല്ലേ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആകെ ബലത്തെയാണ് നമ്മൾ വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. വ്യാപക മർദ്ദം അഥവാ ത്രസ്റ്റ്. വ്യാപക മർദ്ദത്തിന് എന്താ പറയുക? ത്രസ്റ്റ്. ത്രസ്റ്റിനാണ് നമ്മൾ വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തിനെയാണ് നമ്മൾ വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർഫസിൽ പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അതിനി ഒരു യൂണിറ്റ് ഏരിയയിലാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പ്രഷർ എന്ന് പറയാം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെ എന്ത് പറയുന്നു? മർദ്ദം എന്ന് പറയുന്നു. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെ അഥവാ ത്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മർദ്ദം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഓക്കെ, സിമ്പിൾ അല്ലേ? പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? യെസ്. അടുത്തത് പ്രഷർ ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ദി ഫോർമുല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രഷറിൻ്റെ ഡെഫിനേഷൻ ചോദിക്കുന്നതിനേക്കാളും പ്രഷറിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ എന്താണ് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ? P is equal to force by area. Pressure is equal to force divided by area. Force acting per unit area അല്ലേ? നമ്മൾ പറഞ്ഞു അല്ലേ? പ്രഷർ, what is the pressure? It is the normal force or it is the thrust acting per unit area. ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് പറയാം? ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. So we can write it as P is equal to F by A. So the correct answer is option C. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്?
pressure is the thrust acting per unit area. Sitara, very good. Force acting normally on a surface. Very good, very good. So, നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാവരും സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. F/A. Very good. So, pressure is calculated using the formula P is equal to F/A. Option C is the correct answer. മർദ്ദത്തിൻ്റെ സൂത്രവാക്യം എന്താണ്? P is equal to F/A. നെക്സ്റ്റ് ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷനാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇറ്റ് ഈസ് ഇഫ് പ്രഷർ ഈസ് ഡിനോട്ടഡ് ബൈ P, മർദ്ദത്തെ P എന്നും വ്യാപക മർദ്ദത്തെ F എന്നും പരപ്പളവിനെ A എന്നും സൂചിപ്പിച്ചാൽ, അതായത് മർദ്ദത്തിനെ P, പ്രഷറിനെ P എന്നും അതുപോലെ വ്യാപക മർദ്ദത്തെ ത്രസ്റ്റിനെ F എന്നും. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോർമലി ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രസ്റ്റിനെ നമുക്ക് എന്തുകൊണ്ട് ഏത് ലെറ്റർ യൂസ് ചെയ്യാം? F വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. എങ്കിൽ പരപ്പളവിനെ A, ഏരിയനെ നമ്മൾ A വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ P is equal to F/A. Pressure is equal to force divided by area. Pressure is equal to what? Force divided by area. Now, ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ? പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ അല്ലേ? ഏരിയ നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലല്ലേ? എങ്കിൽ പ്രഷറിനെ നമുക്ക് എങ്ങനെ പറയാം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് പ്രഷറിൻ്റെ ഒരു യൂണിറ്റ് ആണ്. എന്നാൽ പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്താണ്? പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്താ? പാസ്കൽ ആണ്. ഓക്കെ, പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്താ? ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ ഇസ് പാസ്കൽ. എങ്കിൽ വാട്ട് ഈസ് ന്യൂട്ടൺ ഏതിൻ്റെ യൂണിറ്റ് ആണ്? ന്യൂട്ടണും പാസ്കലും ജൂള് ഇതൊക്കെ എന്താ? ഓരോ സയൻറ്റിസ്റ്റിൻ്റെ പേരുകളാണ്. ഓക്കെ, എങ്കിൽ ന്യൂട്ടൺ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ യൂണിറ്റ് ആണ്? ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ? ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. വാട്ട് അബൌട്ട് ജൂൾ? ജൂൾ അങ്ങനെയാണെങ്കിൽ എന്തിൻ്റെ യൂണിറ്റ് ആയിരിക്കും? എനർജീൻ്റെ യൂണിറ്റ് ജൂളാണ്. അതുപോലെ ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ്. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. സോ എനർജീൻ്റെയും ഹീറ്റിൻ്റെയും വർക്കിൻ്റെയും ഒക്കെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. Now what about Pascal? നമ്മളിപ്പോൾ പറഞ്ഞു പ്രഷർ അല്ലേ? പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ. എങ്കിൽ വാട്ട് എന്തിൻ്റെ യൂണിറ്റ് ആണ്? പവറിൻ്റെ യൂണിറ്റ് ആണ്. പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്സ്. Okay, so the SI unit of pressure is nothing but Pascal. Next question. Which of the following will increase pressure? Which of the following will increase pressure? Pressure increase ചെയ്യുന്ന ഫാക്ടർ അഥവാ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് മർദ്ദം വർദ്ധിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് മർദ്ദം വർദ്ധിക്കുന്നത് അഥവാ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്? അപ്പോൾ അതിന് നമുക്ക് എന്ത് പഠിക്കണം? പ്രഷറിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് പഠിക്കണ്ടേ? നോക്കാം. നമുക്ക് പ്രഷറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് നോക്കാം. അതിന് മുമ്പ് ലുക്ക് അറ്റ് ദിസ്. ഇതൊരു സിറ്റുവേഷൻ ആണ്. നമുക്കൊരു സ്പോഞ്ച് ഉണ്ട്. സ്പോഞ്ചിലേക്ക് നമ്മളൊരു ബ്രിക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ കുത്തനെ വെച്ചിട്ടുണ്ട്, ഒന്ന് ഇതുപോലെ കിടത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് കേസിലുള്ള ഡിഫറൻസ് എന്താ? ഇതിലേതിലായിരിക്കും പ്രഷർ കൂടുതൽ? ഇപ്പോൾ ഈ സ്പോഞ്ചിൻ്റെ ഈ ഒരു ഷേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രഷർ ഏതിലാണ് കൂടുതൽ? ഇതിലല്ലേ പ്രഷർ കൂടുതൽ? സ്പോഞ്ചിങ് കുഴിഞ്ഞ് താഴേക്ക് പോയി അല്ലേ? സെക്കൻഡ് കേസിൽ പ്രഷർ കുറവാണ് അല്ലേ? ഫസ്റ്റ് കേസിലാണ് പ്രഷർ കൂടുതൽ, സെക്കൻഡ് കേസിൽ പ്രഷർ കുറവാണ്. ഇനി ഈ രണ്ട് കേസിലും ബ്രിക്ക് സെയിം ബ്രിക്ക് തന്നെയല്ലേ എടുത്തിട്ടുള്ളത്? ഒന്ന് കുത്തനെ വെച്ചു, ഒന്ന് കിടത്തി വെച്ചു. രണ്ട് കേസിലും ബ്രിക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ബ്രിക്ക് ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണ് ചേഞ്ച് വന്നിട്ടുള്ളത്? ഏരിയയിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള ഏരിയ ഓഫ് കോണ്ടാക്റ്റിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത് അല്ലേ? ഇവിടെ ഏരിയ എന്താണ്? ഏരിയ കുറവാണ്. എന്നാൽ ഇവിടെ ഏരിയ ഓഫ് കോണ്ടാക്ട്, അതായത് ഏരിയ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ബ്രിക്കും സ്പോഞ്ചും തമ്മിലുള്ള ഏരിയ ഓഫ് കോണ്ടാക്ട് അല്ലെ? ഈ തൊടുന്ന ഭാഗം, ഈ ബ്രിക്കും സ്പോഞ്ചും ടച്ച് ചെയ്യുന്ന കോണ്ടാക്ട് ചെയ്യുന്ന ഭാഗം, അതിൻ്റെ ഏരിയ എന്താണ്? കൂടുതലാണ്. ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ എന്താ? പ്രഷർ കുറവാണ്. ഇവിടെ എന്താ? ഏരിയ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താ? പ്രഷർ കൂടുതലാണ്. ഇനി ഇത്രയൊന്നും വേണ്ട, നമുക്ക് ഇക്വേഷൻ അറിയാം. P is equal to F/A അല്ലേ? സോ ഏരിയ എന്ന് പറയുന്നത് പ്രഷറിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡിനോമിനേറ്ററിലല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏരിയ കൂടുമ്പോൾ എന്താ? പ്രഷർ കുറയും. ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. ഓൾറൈറ്റ്, ഇനി ഇത് മാത്തമെറ്റിക്കലി പ്രൂവ് ചെയ്യണോ? ജസ്റ്റ് ഇമേജിൻ, നമ്മുടെ ബ്രിക്ക് താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു 100 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. സെയിം ബ്രിക്കാണ്. സോ രണ്ട് കേസിലും ഫോഴ്സ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. ഇവിടെയുള്ള ഏരിയ ഓഫ് കോണ്ടാക്ട് A എന്ന് പറഞ്ഞാൽ എത്രയാണ്? ജസ്റ്റ് ഇമേജിൻ, ജസ്റ്റ് ഒരു 2 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. എന്നാൽ ഇതെന്തായാലും 2നേക്കാളും കൂടുതലായിരിക്കുമല്ലോ. സോ നമുക്ക് ഈ ഏരിയനെ എന്താക്കി എടുക്കാം? 10 മീറ്റർ സ്ക്വയർ എടുക്കാം. Now what is the pressure? ഫസ്റ്റ് കേസിൽ പ്രഷർ ഈസ് ഈക്വൽ ടു F/A ആണ്.
എങ്കിൽ P is equal to 100 divided by 2. So P is equal to 50 Pascal ആണ്. എന്നാൽ സെക്കൻഡ് കേസിലോ P is equal to F നമുക്കറിയാം 100 ആണ്, ഏരിയ 10 ആണ്. സോ P is equal to 10 Pascal. നമുക്ക് മാത്തമാറ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്തു. ഇവിടെ എന്താ ഫസ്റ്റ് കേസിൽ പ്രഷർ അഥവാ കുത്തനെ വെക്കുമ്പോൾ ഏരിയ കുറച്ച് വെക്കുമ്പോൾ എന്താ 50 പാസ്കൽ ആണ് പ്രഷർ. എന്നാൽ സെക്കൻഡ് കേസിൽ എന്താ കിടത്തി വെക്കുമ്പോൾ ഏരിയ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രഷർ എന്താണ്? പ്രഷർ കൂടുതലാണ്. സോ ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും, അതുപോലെ ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. അപ്പോൾ ആ റിലേഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചെയ്തൂടെ? ഇനി ഇതിൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഇൻക്രീസ് പ്രഷർ? പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഡിക്രീസിങ് ഫോഴ്സ്. നമ്മുടെ ഇക്വേഷൻ P is equal to F by A ആണ്. എഫും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷനല്ലേ, ന്യൂമറേറ്ററിലല്ലേ ഉള്ളത്. അപ്പോൾ ഫോഴ്സ് കൂടുമ്പോൾ പ്രഷർ കൂടുകയാണ് ചെയ്യുക. ഏരിയ ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കുറക്കേണ്ടത് അല്ലേ. നമുക്ക് ചെയ്യേണ്ടത് ഇൻക്രീസിങ് പ്രഷറിനെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. പ്രഷർ കൂടണമെങ്കിൽ നമ്മൾ ഏരിയ എന്ത് ചെയ്യണം? കുറക്കണം. ഡിക്രീസ് ദി ഏരിയ. ആസ് ഏരിയ ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ്. വെരി ഗുഡ്. So option C is the correct answer. Next, അഥവാ നമുക്ക് എന്ത് പറയാം? വിസ്തീർണം കുറയുമ്പോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Why do camels have a broad feet? ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, ഈ P equal to F by A ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിലോ ഇപ്പോൾ ഇതുപോലെ why do camels have a broad feet അല്ലേ? ഒട്ടകങ്ങളുടെ കാല് അല്ലേ, ഒട്ടകങ്ങളുടെ കാല് എന്തായിരിക്കും? ഫീറ്റ് എന്തായിരിക്കും? നല്ല പരന്നിട്ടായിരിക്കും. പരന്നിട്ടെന്ന് വെച്ചാൽ ഏരിയ കൂടുതലായിരിക്കും. അഥവാ നമ്മുടെ ആ ഒരു ഏരിയ വിസ്തീർണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ടു റൺ ഫാസ്റ്റ്, പെട്ടെന്ന് ഓടാൻ വേണ്ടിയാണോ? അല്ല, ടു റെഡ്യൂസ് പ്രഷർ ഓൺ സാൻഡ്. നമുക്കറിയാം ഒട്ടകങ്ങളുടെ പ്രത്യേകത എന്താ? മണലിലൂടെയല്ലേ അവർ സഞ്ചരിക്കുന്നത്. അപ്പം മണലിലൂടെ സഞ്ചരിക്കുമ്പോൾ കാല് താണു പോകാൻ സാധ്യതയുണ്ട് അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഇമേജിൻ നിങ്ങൾ തന്നെ ഹീൽസ് ഉള്ള പോയിന്റഡ് ഹീൽസ് ഇട്ടിട്ട് മണലിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലോ നടക്കാൻ പറ്റുമോ? ഇല്ല. കംഫർട്ടബിൾ ആണോ? അല്ല. നമ്മൾ പൂഴിയിൽ എന്താ താണു പോവും അല്ലേ. ഇപ്പം മഡിലൂടെ ആണെങ്കിലും സാൻഡിലൂടെ ആണെങ്കിലും ഒക്കെ എന്താ നമ്മൾ പോയിന്റഡ് ഹീൽസ് ഒക്കെ ആകുമ്പോൾ എന്താ പ്രഷർ ഏരിയ കുറവാണ്, പ്രഷർ കൂടുതലാണ്. അപ്പം അത് സിങ്ക് ആയിപ്പോവും. നമ്മുടെ ക്യാമലിൻ്റെ കേസിലും അതേ കേസാണ് വരുന്നത്. അപ്പം ഫ്ലാറ്റ് ആയിട്ടില്ല അഥവാ ഏരിയ ബ്രോഡ് ഫീറ്റ് ആകുമ്പോൾ എന്താ? ഏരിയ കൂടുതലാണ്. ബ്രോഡ് ഫീറ്റിൻ്റെ പ്രത്യേകത എന്താ? ഏരിയ കൂടുതലാണ്. ഏരിയ കൂടുമ്പോൾ എന്താ? പ്രഷർ കുറയും. അപ്പം ഈ പൂഴിയിൽ താഴ്ന്നു പോവാതെ സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഒട്ടകങ്ങൾക്ക് വീതിയുള്ള കാലുള്ളത് എന്തുകൊണ്ടാണ്? വേഗത്തിൽ ഓടാൻ വേണ്ടിയാണോ? അല്ല, മണലിൽ മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മണലിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടകങ്ങൾക്ക് വീതിയുള്ള കാല്. Okay, so option B is the correct answer. Next, a sharp knife cuts better than a blunt knife because. സെയിം അപ്ലിക്കേഷൻ ആണ് അല്ലേ. ഷാർപ്പ് ആയിട്ടുള്ള നൈഫ്, അതായത് നല്ല മൂർച്ചയുള്ള കത്തി, അതുപോലെ ബ്ലണ്ട് ആയിട്ടുള്ള നൈഫ്. ബ്ലണ്ട് ആയിട്ടുള്ള നൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? മൂർച്ചയില്ലാത്ത, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പരപ്പുള്ള, മീൻസ് വീതി കൂടി അല്ലേ. ഇപ്പം നമ്മൾ ഷാർപ്പിൻ്റെ ഓപ്പോസിറ്റ് അതാണ് ബ്ലണ്ട് എന്ന് പറയുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള കത്തിയാണെങ്കിൽ എന്താ പ്രത്യേകത? പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? എഗെയിൻ നമ്മുടെ ഇക്വേഷൻ P is equal to F by A ആണ്. ഇവിടെ ഏരിയ കുറവാ. ഷാർപ്പായിട്ടുള്ള നൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏരിയ കുറവല്ലേ. നൈഫിൻ്റെ എൻഡിലുള്ള ഏരിയ എന്താ? ഷാർപ്പ് ആവുന്നതുകൊണ്ട് ഏരിയ കുറവാണ്. ഏരിയ കുറയുമ്പോൾ എന്താ? പ്രഷർ കൂടും അല്ലേ. ഇനി നമ്മൾ ഷാർപ്പിന് പകരം കുറച്ച് പരന്നിട്ടുള്ള അല്ലെ തിക്കായിട്ടുള്ള ഒരു നൈഫാണ് എങ്കിൽ എന്താ സംഭവിക്കുക? ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. So correct answer ഏതാണ്? A sharp knife cut better than a blunt knife because it applies more force. ആണോ? നമ്മൾ ഒരേ ഫോഴ്സ് തന്നെയല്ലേ അപ്ലൈ ചെയ്യുന്നത്? അതല്ല. It has greater weight. ആണോ? അല്ല. It has smaller area of contact. Area of contact കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈഫിന് എന്താക്കി മാറ്റുന്നത്? ഷാർപ്പാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദി കറക്റ്റ് ഇക്വേഷൻ ഫോർ പ്രഷർ. പ്രഷറിൻ്റെ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലറി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. സോ പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ബൈ ഏരിയ. എ ബോയ് weighing 600 Newton stands on one foot. If the area of the foot is 0.02 meters square, the pressure on the ground is. ഓക്കെ, ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടില്ല എന്താ? ഇത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിക്കേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫോഴ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. എ ബോയ് weighing 600 Newton.
ഒരു ബോയിൻ്റെ വെയിറ്റ് ആണ് 600 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഈ വെയിറ്റ് എന്താ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് ന്യൂട്ടൺ വന്നത്? ഓഫ് കോഴ്സ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫോഴ്സ് അല്ലേ? നമ്മുടെ W വെയിറ്റ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം W ഇസ് ഈക്വൽ ടു mg ആണ്. മാസ് ഇൻറ്റു G. G എന്താ? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? എത്രമാത്രം നമ്മൾ ഗ്രാവിറ്റി ആ ഒബ്ജക്റ്റിനെ പുൾ ചെയ്യുന്നുണ്ട്. സോ അതല്ലേ നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. സോ നമുക്ക് തന്നിട്ടുള്ളത് വെയിറ്റ് ആണ്. Or we can say that force, that is 600 Newton. Now, if the area of the foot is 0.02 meters square, എങ്കിൽ the pressure on the ground is, അല്ലേ, 600 ന്യൂട്ടൺ ഭാരമുള്ള കുട്ടി ഒരു കാലിൽ നിൽക്കുന്നു. 600 ന്യൂട്ടൺ ഭാരമുള്ള ഒരു കുട്ടി ഒരു കാലിൽ നിൽക്കുന്നു. ഇപ്പം 600 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ആണല്ലേ, ബലമല്ലേ, എഫ് അല്ലേ തന്നിട്ടുള്ളത്. കാലിൻ്റെ വിസ്തീർണം 0.02 മീറ്റർ സ്ക്വയർ. വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട് 0.02 മീറ്റർ സ്ക്വയർ. എങ്കിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്ര? കാലിൻ്റെ എങ്കിൽ അനുഭവപ്പെടുന്ന മർദ്ദം, പ്രഷറാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പ്രഷർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, P is equal to F/A അല്ലേ. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? 600 ആണ്. 600 ഡിവൈഡഡ് ബൈ A 0.02. ഓക്കെ, നമുക്ക് ഡെസിമൽ കളയാം. മുകളിലും താഴെയായിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 60,000 ഡിവൈഡ് ബൈ 2 ചെയ്താൽ we will get 30,000. And now what is the unit? What is the unit of pressure? Pascal അല്ലേ. സോ the correct answer is 30,000 Pascal. ഏതാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ is the correct answer. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഓപ്ഷൻ എ കിട്ടുന്നുണ്ടോ? So option A is the correct answer. Next, find out the pressure produced by a force of 600 Newton acting on an area of 3 meters square. ഇതും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് കാണുക? എഗെയിൻ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? P is equal to force by area ആണ്. പ്രഷർ is equal to force by area. നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഫോഴ്സ് ഓഫ് 600 ന്യൂട്ടൺ. എഫ് തന്നിട്ടുണ്ട്, 600 ന്യൂട്ടൺ ഫോഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏരിയയും തന്നിട്ടില്ലേ? Area of contact is 3 meter square. So pressure is equal to force by area, F by A. എങ്കിൽ നമുക്ക് എത്ര കിട്ടും? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. 2. So 200 Pascal. So the correct answer is option 1, 200 Pascal. Very good Sitara. So 200 Pascal കിട്ടി. ഇനി next question. A hydraulic press has a piston of area 0.1 meter square. ഒരു ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ ഏരിയ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 0.1 meter square. Area is equal to 0.1 meter square. A force of 500 Newton is applied. ഫോഴ്സും തന്നിട്ടുണ്ട് 500 Newton ആണ്. Now the pressure developed. എങ്കിൽ പ്രഷർ എത്രയായിരിക്കും? P is equal to F by A അല്ലേ. എങ്കിൽ എന്താ? നമുക്ക് F തന്നിട്ടുണ്ട് 500 Newton ആണ്. 500 divided by area 0.1. 500 divided by 0.1. ഡെസിമൽ കളയാൻ നമുക്ക് 10 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ വിൽ ഗെറ്റ് 5000 by 1. That is equal to 5000. And unit is very important. 5000 Pascal. So the correct answer is option A. Option A is the correct answer. That is 5000 Pascal. Okay. So next question. A force of 100 Newton act on a square surface of side 0.5 meter. Find the pressure. Same equation ആണ് നമുക്കറിയാം. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. സോ ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്യാം. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം. ഓൾറൈറ്റ്. സോ ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് എ ഹോംവർക്ക് 1. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലിക്വിഡ് പ്രഷറാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താണ് പ്രഷർ എന്ന് ഡിഫൈൻ ചെയ്തു, പ്രഷറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, പിന്നെ നമ്മൾ പ്രഷറിൻ്റെ യൂണിറ്റ് പഠിച്ചു അല്ലേ. പാസ്കലാണ് SI യൂണിറ്റ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കറക്റ്റ് ആണ്. അതുപോലെ പ്രഷറിന് വേറെ യൂണിറ്റ്സ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാണാൻ വേറെ യൂണിറ്റ് ഉണ്ട്, അതുപോലെ ബാർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി അങ്ങോട്ട് പഠിക്കും. സോ ലിക്വിഡ് പ്രഷർ. സോ വാട്ട് അബൌട്ട് ലിക്വിഡ് പ്രഷർ? വാട്ട് ഈസ് ലിക്വിഡ് പ്രഷർ? എന്താണ് ഈ ലിക്വിഡ് പ്രഷർ? ഒന്ന് പറഞ്ഞേ, എന്താണ് ലിക്വിഡ് പ്രഷർ? സോ വി നോ ദാറ്റ് വാട്ട് ഈസ് ത്രസ്റ്റ്. പെർപെൻഡിക്കുലർലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ്സിൻ്റെ കേസിലാണെങ്കിലും ദ ത്രസ്റ്റ് ദാറ്റ് എ ലിക്വിഡ് എക്സേർട്ട് പെർ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് ലിക്വിഡ് പ്രഷർ. ദ ത്രസ്റ്റ് ദാറ്റ് എ ലിക്വിഡ് എക്സേർട്സ്. ഈ ത്രസ്റ്റ് അല്ലേ, നമ്മൾ ഇത്രയും നേരം സോളിഡിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി ദ ത്രസ്റ്റ് ദാറ്റ് എ ലിക്വിഡ് എക്സേർട്ട് പെർ യൂണിറ്റ് ഏരിയ, ഒരു ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ത്രസ്റ്റ്
അല്ലെങ്കിൽ ഒരു ലിക്വിഡ് അല്ലേ, നമ്മൾ വാട്ടർ മോളിക്യൂൾസ് അതിൻ്റെ സർഫസിലേക്ക് ലിക്വിഡ് എക്സേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ലിക്വിഡ് എവിടെയായിരിക്കും എക്സേർട്ട് ചെയ്യുന്നത്? ആ എടുത്തിട്ടുള്ള കണ്ടെയ്നറിൽ അല്ലെങ്കിൽ നമ്മൾ വാൾസ് ഓഫ് ദ കണ്ടെയ്നറിൽ. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളൊരു കണ്ടെയ്നറിൽ വെള്ളം എടുത്തു, ഓക്കെ, ലിക്വിഡ് എടുത്തു. ഇനി ഈ വാട്ടർ മോളിക്യൂൾസ് എന്താ ഇതിൻ്റെ കണ്ടെയ്നറിൽ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത്? ദ ത്രസ്റ്റ് ദാറ്റ് എ ലിക്വിഡ് എക്സേർട്ട് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ലിക്വിഡ് പ്രഷർ. ഒരു ദ്രാവകം ലംബമായി പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ അതിൻ്റെ വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. ഇനി ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം. എന്താണ് ദ്രാവക മർദ്ദം? ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ ലംബമായി പ്രയോഗിക്കുന്ന മർദ്ദത്തിനെ നമ്മൾ വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം? ഒരു ദ്രാവകം ഒരു യൂണിറ്റ് പരപ്പളവിൽ, ഒരു കണ്ടെയ്നറിൽ നമ്മൾ എടുത്തിട്ടുള്ള ദ്രാവകം ഒരു യൂണിറ്റ് പരപ്പളവിൽ എക്സേർട്ട് ചെയ്യുന്ന അഥവാ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദം എന്താണ്? ത്രസ്റ്റ് അല്ലേ, ത്രസ്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്രാവക മർദ്ദം എന്ന് പറയുന്നത്. ദ ത്രസ്റ്റ് അറ്റ് എ ലിക്വിഡ് എക്സേർട്ട് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് ലിക്വിഡ് പ്രഷർ. നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിക്വിഡ് പ്രഷറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ലിക്വിഡ് പ്രഷറിനെ എഫക്ട് ചെയ്യുന്ന അഥവാ ദ്രാവക മർദ്ദത്തിനെ എഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ് ആണ്. ഒന്നാമത്തേതാണ് ഡെപ്ത് ഓഫ് ദി ലിക്വിഡ്. എന്താണ്? ഡെപ്ത് ഓഫ് ദ ലിക്വിഡ്. നമ്മളെ ലിക്വിഡിൻ്റെ അഥവാ നമ്മൾ എടുത്തിട്ടുള്ള നമ്മളൊരു കണ്ടെയ്നറിലായിരിക്കുമല്ലോ ലിക്വിഡ് എടുത്തിട്ടുണ്ടാവുക, ആ കണ്ടെയ്നറിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്ത്. ഓക്കെ, പിന്നെ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. എടുത്തിട്ടുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത. പിന്നെന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് 3ആണ് നമ്മുടെ ലിക്വിഡ് പ്രഷറിനെ അല്ലെങ്കിൽ ദ്രാവക മർദ്ദത്തിനെ എഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് അഥവാ ഹൈറ്റ്. ചില കേസിൽ നിങ്ങൾക്ക് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം അല്ലേ, അതായത് എത്രമാത്രം ആഴമുണ്ട് അല്ലെ നമ്മൾ എടുത്തിട്ടുള്ള ലിക്വിഡ് കോളത്തിൻ്റെ അല്ലെ കണ്ടെയ്നറിൽ എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ ഹൈറ്റ്, ആ ഒരു ഡെപ്ത്. അതിന് നമ്മൾ എച്ച് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡിനെ നമ്മൾ റോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ ജി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പ്രഷർ കാണാൻ. പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് വെച്ച് നമുക്ക് അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനില്ല. ബട്ട് പ്രഷർ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി. സോ ആ ഒരു റിലേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഓൾറൈറ്റ്, പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി. എച്ച് ഹൈറ്റ് ആണ്, റോ ഡെൻസിറ്റി ആണ്, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓൾറൈറ്റ്, ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ്, now pressure exerted by a liquid depends on. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. The pressure exerted by a liquid depends on shape of the container, height of the liquid column, color of the liquid, temperature of the liquid. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, എഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് കോളം അഥവാ ഹൈറ്റ്, പിന്നെന്താ? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഷേപ്പിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ അല്ലെ കളർ ഓഫ് ദ ലിക്വിഡ് അല്ലെ ടെമ്പറേച്ചർ ഓഫ് ദ ലിക്വിഡ്? ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നൗ ദ്രാവക മർദ്ദം പ്രധാനമായും ആശ്രയിക്കുന്നത് ഏതാണ്? ദ്രാവകത്തിന്റെ ഉയരത്തെയാണ്. അടുത്തത്, at greater depth in liquid the pressure is. ആഴം കൂടുന്നതനുസരിച്ച് ലിക്വിഡ് പ്രഷറിൽ എന്ത് ചേഞ്ച് ആണ് വരാൻ പോകുന്നത്? ഓപ്ഷൻ ബി കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇനി ചിത്രത്തിലൊന്ന് നോക്കിക്കേ. ഡെപ്ത് കൂടുന്നതനുസരിച്ച്, ആഴം കൂടുന്നതനുസരിച്ച് ലിക്വിഡ് പ്രഷറിന് എന്ത് ചേഞ്ചാണ് വരാൻ പോകുന്നത്? ആഴം കൂടുന്നതനുസരിച്ച് ലിക്വിഡ് പ്രഷർ കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? അത് നിങ്ങൾ ചെറിയൊരു എക്സാമ്പിൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. ഇതുപോലെ നമ്മളൊരു ബോട്ടിലിൽ വെള്ളം എടുത്ത് മുകളിലും മിഡിലും താഴെയായിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബോട്ടം പാർട്ടിൽ ഏറ്റവും താഴെ ഭാഗത്തൂടെ ആയിരിക്കും വെള്ളം ഏറ്റവും ഡിസ്റ്റൻസിൽ പോകുന്നത്. എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ പ്രഷർ ഇവിടെയാണ്, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്. ഓക്കെ, താഴോട്ട് പോകുന്നതനുസരിച്ച് പ്രഷർ കൂടുന്നു, അതുകൊണ്ട് തന്നെ വെള്ളം എന്താ കുറേ ദൂരം സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമോ? ഇനി മുകൾ ഭാഗത്ത് പ്രഷർ കുറവായതുകൊണ്ട് എന്താ കുറച്ച് ദൂരെ സഞ്ചരിക്കുന്നുള്ളൂ. അപ്പം ഡെപ്ത് കൂടുന്നതനുസരിച്ച്, ആഴം കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അറ്റ് ഗ്രേറ്റർ ഡെപ്ത് ഇൻ എ ലിക്വിഡ് ദ പ്രഷർ ഈസ് ലെസ്, സെയിം, സീറോ, മോർ. ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും മർദ്ദം കുറയുന്നുണ്ടോ? ഒരുപോലെ നിലനിൽക്കുന്നു, പൂജ്യമാകുന്നു, വർദ്ധിക്കുന്നു? എല്ലാവരും ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ. ദേവപ്രിയ, സിത്താര.
എന്തായിരിക്കും? കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? പൂജ്യമാണോ ചെയ്യുന്നത്? വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്? വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? പ്രഷർ താഴോട്ടേക്ക് പോകുന്നതനുസരിച്ച്, ഡെപ്ത് കൂടുന്നതനുസരിച്ച് ലിക്വിഡിൻ്റെ പ്രഷർ എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്, വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മളെ ഡാമുകൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഡാമുകൾ? ഡാം കണ്ടിട്ടുണ്ടോ? ഡാം കണ്ടിട്ടുണ്ടോ അല്ലേ? കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ ഡാമിൻ്റെ പ്രത്യേകത? നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈ ഡാമുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? അപ്പം അത്രയും വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഡാം എന്താണ്? അത്ര തന്നെ സ്ട്രോങ് ആയിട്ടല്ലേ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ഡാമിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ഭാഗത്ത് എന്തായിരിക്കും? വീതി കൂടുതലായിരിക്കും. കണ്ടില്ലേ? ഇത്രയും വീതിയുണ്ട്. മുകൾ ഭാഗത്തേക്ക് പോകുമ്പം വീതി കുറച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. ഡാമിൽ ഇപ്പം നിങ്ങൾ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ താഴെ ഭാഗത്ത് ബോട്ടം പാർട്ടിൽ എന്തായിരിക്കും? വീതി കൂടുതലായിരിക്കും അല്ലെ? കട്ടി കൂട്ടിയായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. എന്നാൽ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എന്താ? വീതി കുറവായിരിക്കും. അതിൻ്റെ റീസൺ എന്താ? എഗെയിൻ ലിക്വിഡ് പ്രഷറാണ്. നമുക്കറിയാം വെള്ളം താഴേക്ക് പോകുന്നതനുസരിച്ച് ലിക്വിഡിൻ്റെ പ്രഷർ എന്താണ്? കൂടുതലാണ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ എന്താ? ഇതേ അളവിൽ ഇതേ വീതിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് എങ്കിൽ അതായത് നമ്മൾ മുകൾ ഭാഗത്തുള്ള അതേ വീതിയിലാണ് താഴെ ഉണ്ടാക്കിയെങ്കിൽ എന്താ സംഭവിക്കുക? ലിക്വിഡിൻ്റെ പ്രഷർ കൂടുതലാണ് താഴെ, ഡാം പൊട്ടിപ്പോവില്ലേ? അപ്പം അതുകൊണ്ടാണ് ബോട്ടം പാർട്ടിൽ അല്ലേ താഴ്ഭാഗത്ത് എന്താ? വീതി കൂടി അല്ലെ കട്ടി കൂടി നിർമ്മിക്കുന്നത്. അപ്പം എന്ത് പറയാം? അണക്കെട്ടുകളുടെ അടിഭാഗം കൂടുതൽ കട്ടിയാക്കി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫോർ ഡെക്കറേഷന് വേണ്ടിയാണോ? അല്ല, ടു വിത്ത്സ്റ്റാൻഡ് മോർ വാട്ടർ പ്രഷർ. ഒരു ദ്രാവക മർദ്ദം അല്ലേ അതിന് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രഷർ താഴേക്ക് പോകുന്നതനുസരിച്ച്, ഡെപ്ത് കൂടുന്നതനുസരിച്ച് വാട്ടർ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ആ വാട്ടർ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴ്ഭാഗത്ത് എന്താ സംഭവിക്കുന്നത്? കട്ടി കൂട്ടി അല്ലേ? ഇപ്പോൾ തിക്കായിട്ട് ദ ഡാംസ് ആർ മെയ്ഡ് തിക്കർ അറ്റ് ദ ബോട്ടം to withstand more water pressure. Option B is the correct answer. Very good. So next, a tank has water of height 5 meter. If the density of water is 1000 kg per meter cube and G is equal to 10 meter per second, then the pressure at the bottom is. Okay, ഇപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു P is equal to H rho G അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, H is equal to 5 meter ആണ്. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് റോ, ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1000 kg/m³. ദെൻ G വാല്യൂ 9.8 ഇല്ല നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? ടേക്ക് G is equal to 10 meter per second. Now find the pressure at the bottom. So we can say that P is equal to H rho G. Hന്റെ വാല്യൂ എന്താ? 5, rho 1000, G again 10. So P is equal to 5, 2, 3, 4 അല്ലേ? So 50,000. എത്ര മതിയോ? യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 50,000 പാസ്കൽ. എത്ര പേർക്ക് 50,000 കിട്ടി? സെബീന, സിത്താര, ദേവപ്രിയ കിട്ടിയോ? സോ എന്താണ് കറക്റ്റ് ആൻസർ? എത്രയാണ്? 50,000 പാസ്കൽ. P is equal to H rho G. അതിൽ H എന്താണ്? ഹൈറ്റ് ആണ്, റോ ഡെൻസിറ്റി ആണ്, G is ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇത്ര ഓർത്ത് വെക്കുക. ലിക്വിഡ് പ്രഷറിനെ എഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഹൈറ്റ്, അതുപോലെ ഡെൻസിറ്റി, അതുപോലെ G വാല്യൂ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നൗ അപ്പോൾ എങ്ങനെയാണ് ഹൈറ്റ് എഫക്ട് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചല്ലേ? ഹൈറ്റ് കൂടുന്നത് അല്ല നമ്മുടെ ഡെപ്ത് ആഴം കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക? പ്രഷർ കൂടും അല്ലേ? അപ്പോൾ ഡാം ഓർത്താൽ മതി. ഈ ഒരു എക്സാമ്പിൾ ഓർക്കാൻ ഡാം ഓർത്താൽ മതി. എന്താ? ഡാമിൻ്റെ താഴ്ഭാഗത്തേക്ക് അല്ലേ ഡെപ്ത് കൂടുന്നതനുസരിച്ച് താഴ്ഭാഗം തിക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം താഴേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്, ആ ഒരു ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം ഓർ ഡെപ്ത്, അപ്പോൾ അതിൻ്റെ കേസ് നമുക്ക് മനസ്സിലായി. ഇനിയുള്ളത് എന്താണ്? ഡെൻസിറ്റി ആണ്. എങ്ങനെയാണ് ഡെൻസിറ്റി എഫക്ട് ചെയ്യുന്നത്? ഡെൻസിറ്റി എഫക്ട് ചെയ്യുന്നത് നോക്കാം. 3 identical containers are filled separately with oil, water and honey up to the same height. Okay, so 3 identical containers are filled separately with oil, water and honey. ഒരു 3 കണ്ടെയ്നർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നിൽ ഓയിലാണ്, മറ്റേതിൽ വാട്ടർ, മറ്റേതിൽ ഹണി. up to the same height. Which container exert maximum pressure at the bottom? അപ്പോൾ ഇതിൽ ഏത് കണ്ടെയ്നർ ആണ് ബോട്ടം പാർട്ടിൽ? അതായത് നമ്മൾ 3 കണ്ടെയ്നറിൽ ഇതുപോലെ ഒന്നിൽ ഓയിൽ എടുത്തു, ഒന്നിൽ വാട്ടർ എടുത്തു, ഒന്നിൽ ഹണി എടുത്തു. ഇതിൽ ഏത് കണ്ടെയ്നർ? ഇപ്പം നമ്മൾ ഈ ബോട്ടം പാർട്ടിൽ സെയിം ഹൈറ്റിൽ ഞാൻ പ്രഷർ മെഷർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഷർ ഏത് കണ്ടെയ്നറിനായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇപ്പം ഇവിടെ ഡെൻസിറ്റി, ഇപ്പം നമുക്കറിയാം ഈ ഓയിലും വാട്ടറും ഹണിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ?
അതിൻ്റെ ഏതിലാണ് ഡിഫറൻസ് ഉള്ളത്? അതിൻ്റെ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഓയിലാണോ വാട്ടർ ആണോ ഹണി ആണോ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഓയിലിലേക്ക് നിങ്ങൾ വാട്ടർ ഒഴിച്ചു, അപ്പോൾ എന്താ സംഭവിക്കുക? വെള്ളം മുകളിൽ പൊന്തി നിൽക്കുമോ അല്ലെ എണ്ണ പൊന്തി നിൽക്കുമോ? ആ ഡെൻസിറ്റി കുറഞ്ഞതായിരിക്കും മുകളിലേക്ക് ഫ്ലോട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം വെള്ളത്തിലേക്ക് എണ്ണ ഒഴിച്ചാൽ എണ്ണയാണ് ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പം ഡെൻസിറ്റി കൂടുതൽ ഏതിനാണ്? വാട്ടറിനാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾ ഹണിയാണ് ഒഴിക്കുന്നതെങ്കിലോ തേനാണ് ഒഴിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? എഗെയിൻ ഇത് 3 ലെയർ ആയിട്ട് നിൽക്കും. ഏറ്റവും ബോട്ടം പാർട്ടിൽ ആരായിരിക്കും? ഹണി ആയിരിക്കും. കാരണം തേനിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി. അത് കഴിഞ്ഞിട്ട് ആര് വരും? നമ്മുടെ വാട്ടർ വരും. അതും കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഓയിൽ വരുന്നത്. ഓൾറൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? വിച്ച് കണ്ടെയ്നർ എക്സേർട്ട് മാക്സിമം പ്രഷർ? അടിത്തട്ടിൽ ഏറ്റവും കൂടുതലായി മർദ്ദം ഏത് ദ്രാവകമാണ് സൃഷ്ടിക്കുന്നത്? ഏത് ദ്രാവകമായിരിക്കും ഏറ്റവും കൂടുതൽ മർദ്ദം സൃഷ്ടിക്കുന്നത്? എണ്ണയാണോ വെള്ളമാണോ തേനാണോ? ഓഫ് കോഴ്സ് തേനായിരിക്കും അല്ലേ? ഹണി ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ സൃഷ്ടിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടിയത് ഇതിനാണ്, ഹണിയാണ്. ഓക്കെ, ഇത് ഈ കണ്ടെയ്നർ നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് മൂന്ന് കണ്ടെയ്നറിലാണ് എടുത്തിട്ടുള്ളത്. ഡെൻസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത്. ഓൾറൈറ്റ്. അപ്പം ഹണിയാണോ വാട്ടർ ആണോ ഓയിലാണോ? ഡെൻസിറ്റി കൂടുതൽ ഏതിനാണ്? ഹണിക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് വാട്ടർ, അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓയിൽ വരുന്നത്. ഓൾറൈറ്റ്. ഇനി ഓക്കെ, വെരി ഗുഡ്. ഹണി ഓക്കെ, വെരി ഗുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. എന്താണ് ഈ പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ? പാസ്കൽ നമ്മൾ പഠിച്ചു അല്ലേ? പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പഠിച്ചു. നമ്മളൊരു സയൻറ്റിസ്റ്റിനോടുള്ള ആദരവ് സൂചകമാണ് നമ്മൾ പാസ്കൽ പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ ഇട്ടതും നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഈ പാസ്കൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേറെ ഒന്നുമല്ല, പ്രഷർ അപ്ലൈഡ് ടു എൻ എൻക്ലോസ്ഡ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് നമ്മളൊരു കണ്ടെയ്നറിൽ അല്ലേ, ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ പ്രഷർ ലിക്വിഡ് എടുത്തു, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്ത് പ്രഷർ അപ്ലൈ ചെയ്താൽ ദാറ്റ് പ്രഷർ ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് ഒരു കണ്ടെയ്നറിൽ നമ്മളൊരു എൻക്ലോസ്ഡ് കണ്ടെയ്നറിൽ നമ്മളൊരു ദ്രാവകം എടുത്തു, അതിലേക്ക് ഞാനൊരു മർദ്ദം കൊടുക്കുകയാണെങ്കിൽ ഈ മർദ്ദം നമ്മുടെ കണ്ടെയ്നറിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിലായിരിക്കും. അതായത് ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇതിനെയാണ് പാസ്കൽ ലോ എന്ന് പറയുന്നത്. സംശയമുണ്ടോ? നോക്കാം, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ ഹൈഡ്രോളിക് ജാക്ക് കണ്ടിട്ടുണ്ടോ? ഹൈഡ്രോളിക് ജാക്ക് ഇപ്പം നിങ്ങൾ കാറൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ, ഒരു ഇതുപോലൊരു മെക്കാനിസം യൂസ് ചെയ്ത് കാറിനെ ഇങ്ങനെ പൊന്തിച്ചു കൊണ്ടുപോകുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പാസ്കൽ ലോ പറയുന്നത് എന്താ? നമ്മൾ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ അല്ലേ, ഇപ്പം ഇതൊരു എൻക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്. ഇപ്പോൾ ഈ ലിക്വിഡിൽ ഞാൻ ഇവിടെ ഒരു പ്രഷർ കൊടുത്താൽ, ഇവിടെ ഞാനൊരു P1 പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിലും അത്ര തന്നെ പ്രഷർ ആയിരിക്കും. ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്ന പ്രഷർ തന്നെ ഇവിടെയും ആക്ട് ചെയ്യും അല്ലേ. സോ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സ് ബൈ ഏരിയ ആണ്, സംശയമില്ലല്ലോ. P is equal to ഫോഴ്സ് ബൈ ഏരിയ. ഇപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയ ഫോഴ്സ് F1, അതുപോലെ ഇവിടെ ഏരിയ എന്താ? വളരെ ചെറുതാണ് അല്ലേ, A1. ഈ F1 A1 ഒരു ചെറിയ ഫോഴ്സ് ഞാനൊരു ഈ A1 ഏരിയയിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള സെക്കൻഡ് കേസ് നമുക്കറിയാം, ഇവിടെയുള്ള ഏരിയ എന്താ? വളരെ കൂടുതലാണ്, A2. ഇവിടെ P1 ഈസ് ഓൾവേസ് ഈക്വൽ ടു P2. രണ്ട് കേസിലും പ്രഷർ സെയിം ആയിരിക്കും. ഇവിടെ ഏരിയ കൂടുതലാണ് എങ്കിൽ ഇവിടെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ ഫോഴ്സും വളരെ കൂടുതലായിരിക്കും. ഇതിനെ നമുക്ക് മാത്തമെറ്റിക്കലി എങ്ങനെ എഴുതാം? P1 ഈസ് ഈക്വൽ ടു P2 അല്ലേ? രണ്ട് കേസിലും പ്രഷർ എന്താണ്? സെയിം ആണ്. P1 ഈസ് ഈക്വൽ ടു P2. ഈ P എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ആണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ F1 ബൈ A1 ഈസ് ഈക്വൽ ടു F2 ബൈ A2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പാസ്കൽസ് ലോനെ നമുക്ക് എങ്ങനെ എഴുതാം? F1 ബൈ A1 ഈസ് ഈക്വൽ ടു F2 ബൈ A2. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ ജസ്റ്റ് ഒരു 10 ന്യൂട്ടൺ എടുക്കുക, ജസ്റ്റ് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ഇവിടെ. ഇതിൻ്റെ ഏരിയ ജസ്റ്റ് ഇമേജിൻ ജസ്റ്റ് 2 മീറ്റർ സ്ക്വയർ, ഒരു 2 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. എങ്കിൽ ഇവിടുത്തെ ഏരിയ എന്താ? എന്തായാലും ഇത് 2 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ എന്തായാലും അതിനേക്കാളും കൂടുതലാണ് അല്ലേ. അപ്പോൾ ഞാൻ എഗെയിൻ ഒരു 10 മീറ്റർ സ്ക്വയർ എടുക്കാം. A2 എന്താണ്? 10 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന F എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ കാണാം? ഇതൊക്കെ ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, F1 നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ് നമ്മൾ F1 എടുത്തിട്ടുള്ളത്. A1 is 2 is equal to F2 നമുക്കറിയില്ല, A2 നമുക്ക് പറഞ്ഞു അല്ലേ, സെക്കൻഡ് ഏരിയ കുറച്ചുകൂടി വലിയ ഏരിയ കൂടുതലാണ്. സോ അപ്രോക്സിമേറ്റ് ജസ്റ്റ് ഇമേജിൻ 10, സോ 10/2 ചെയ്ത് എത്ര കിട്ടും 5. Therefore F2 is equal to 10 into ഈ 10 ഇങ്ങോട്ടേക്ക് പോകും. സോ LHSലേക്ക് പോകുമ്പോൾ 10 into 5 that is equal to 50 ഫോഴ്സ് ആയതുകൊണ്ട് ന്യൂട്ടൺ. ഇനി ഒന്ന് ചിത്രത്തിൽ നോക്കിക്കേ, നമ്മളിവിടെ ജസ്റ്റ് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്, പക്ഷേ 50 ന്യൂട്ടൺ ഫോഴ്സ് ആണ് തിരിച്ചിവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ? എന്തുകൊണ്ടാണ്? പ്രഷർ രണ്ട് കേസിലും P1 is equal to P2 ആയതുകൊണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്നത് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. ഹൈഡ്രോളിക് ജാക്ക് വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പാസ്കൽസ് ലോൻ്റെ ബേസിലാണ്. ഓൾറൈറ്റ്, അപ്പോൾ അത് ഓർത്ത് വെക്കുക. സോ എന്താണ് നമ്മൾ ചെറിയൊരു ഇപ്പോൾ ഈ ഒരു ഹൈഡ്രോളിക് ജാക്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ ഇവിടെ നമ്മളൊരു ചെറിയ ഫോഴ്സ്, ചെറിയൊരു ഏരിയയിൽ ചെറിയൊരു ഫോഴ്സ് കൊടുത്തു, എന്നാൽ പ്രഷർ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വലിയൊരു ഏരിയയിൽ വലിയ ഫോഴ്സ് കിട്ടുന്നു അല്ലേ? ഇനി അടുത്തതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്ന ടോപ്പിക്ക്. എന്താണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഈ ലിക്വിഡ്സും സോളിഡ്സും മാത്രമാണോ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്? അല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട് അല്ലേ, എയർ. അഥവാ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? എയർ മോളിക്യൂൾസ് കാരണം ഉണ്ടാകുന്ന പ്രഷർ അല്ലേ? ജസ്റ്റ് ഇമേജ് ഇതാണ് നമ്മുടെ എർത്തിൻ്റെ സർഫസ്. എങ്കിലെന്താ, എർത്തിൻ്റെ സർഫസിൽ എന്തുണ്ട്? എയർ മോളിക്യൂൾസ് ഇല്ലേ? ഇപ്പം നമ്മൾ ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുക, നമുക്ക് ചുറ്റും എന്തുണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ട്, വായു ഉണ്ട്, എയർ ഉണ്ട്, എന്താ എയർ മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? അപ്പം ഈ എയർ മോളിക്യൂൾസ് എന്താ ഒരു നമ്മുടെ എർത്തിൻ്റെ സർഫസിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇനി അത് നമ്മൾ ഈ ഒരു എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ എയർ മോളിക്യൂൾസിൻ്റെ എണ്ണത്തിൽ എന്ത് മാറ്റം വരിക? മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എയർ മോളിക്യൂൾസിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. നമ്മൾ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ സംഭവിക്കുന്നത്? കുറയാണ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 17th ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. 17th ക്വസ്റ്റ്യൻ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? വാട്ടർ ഓൺ ദ ഗ്രൗണ്ട് ആണോ? അല്ല, എയർ ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. യെസ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി പ്രഷർ ഓർ ഇറ്റ് ഈസ് ദി വെയിറ്റ് അല്ലേ? ഈ എയർ മോളിക്യൂൾസ് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട് അല്ലെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് വിത്ത്. എപ്പോഴാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നത്? ഇൻക്രീസ് ഇൻ ഡെപ്ത്, ആഴം കൂടുമ്പോഴാണോ? ആഴം കൂടുമ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. ഏതിൻ്റെ കേസിലാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല, ഒരു പ്രഷർ. ഏത് പ്രഷറായിരുന്നു അത്? ലിക്വിഡ് പ്രഷറാണ് അല്ലേ? ഡെപ്ത് കൂടുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നത് ലിക്വിഡ് പ്രഷറാണ്. ഇവിടെ ഇൻക്രീസ് ഇൻ ഡെപ്ത് കൂടുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പം അല്ലേ, നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾ ചുരമൊക്കെ കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മൗണ്ടെയിനൊക്കെ കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? ചില സമയത്ത് ഒന്നും വേണ്ട, ഇപ്പം നിങ്ങൾ ഒരു ചുരമൊക്കെ കയറി മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ചെവിയും മൂക്കൊക്കെ അടയുന്ന പോലെ തോന്നില്ലേ? അപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ സറൗണ്ടിങ്സിൽ എന്ത് ചേഞ്ചാണ് വരുന്നത്? പ്രഷറിൽ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? പ്രഷർ വേരിയേഷൻ വരുന്നുണ്ട്. മുകളിലേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ കുറയാണ് ചെയ്യുന്നത്. So atmospheric pressure decreases when increasing altitude. Altitude കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി ആണോ? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണോ? അല്ല. നെക്സ്റ്റ്, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ് കോസ് ബ്ലീഡിങ്. ഓക്കെ, ചില സമയത്ത് നമ്മളെ മൂക്കുന്നൊക്കെ രക്തമൊക്കെ വരും അല്ലേ, മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുമ്പോൾ. കറക്റ്റ്, ശരിയാണ്. സിബ്ലിങ്സ് വേൾഡ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. 19th ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യേണ്ട ഇൻസ്ട്രുമെന്റ് ഏതാണ് നമ്മളോട് ചോദിക്കുന്നത്? ഒന്നാമത്തേത് തെർമോമീറ്റർ. തെർമോ എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, സംതിങ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് തെർമോമീറ്റർ. Now what about barometer ആണോ? യെസ്, വെരി ഗുഡ്. ബാരോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ബാരോമീറ്റർ. Now what about anemometer? എന്താണ് അനിമോമീറ്റർ എന്ന് പറഞ്ഞാൽ? വിൻഡ് മെഷർ ചെയ്യുക, അഥവാ വിൻഡിൻ്റെ ആ ഒരു ലൈക്ക് എത്രമാത്രം അല്ലെ ആ ഒരു സ്പീഡ് ഓഫ് വിൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അനിമോമീറ്റർ യൂസ് ചെയ്യുന്നത്. Now what about hygrometer?
ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി, അഥവാ നമ്മളെ ഈ ഹ്യൂമിഡിറ്റി അല്ലേ, ഈർപ്പം, ഹ്യൂമിഡിറ്റി അതായത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബാരോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രിങ്കിങ് സ്ട്രോ വർക്ക്സ് ബിക്കോസ് ഓഫ്. ഡ്രിങ്കിങ് സ്ട്രോ വർക്ക്സ് ബിക്കോസ് ഓഫ് എന്തായിരിക്കും ആൻസർ ഒന്ന് പറഞ്ഞേ. നമ്മൾ സ്ട്രോ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലേ, അല്ലെ ജ്യൂസ് കുടിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ, എന്താണ് അതിൻ്റെ മെക്കാനിസം? സ്ട്രോ വെച്ച് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്, അപ്പോഴല്ലേ ഈ ലിക്വിഡ് അല്ലെ ജ്യൂസും ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ചേഞ്ച് വരുന്നത് എന്താണ്, ഗ്രാവിറ്റി ആണോ, അവിടെ മാഗ്നറ്റിക് ഫോഴ്സ്, സർഫസ് ടെൻഷൻ ഇതൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചേഞ്ച് വെച്ചിട്ടാണ് നമ്മുടെ ലിക്വിഡ് അല്ലെ നമ്മുടെ ജ്യൂസ് സ്ട്രോയിലൂടെ മുകളിലേക്ക് കയറി പോകുന്നത്. ഓക്കെ, സോ യെസ്, വെരി ഗുഡ്, ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എഗെയിൻ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടതല്ല, നമുക്ക് നിങ്ങൾ എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണിത്. The instrument used for measuring atmospheric the instrument used for measuring atmospheric temperature. ഓക്കെ, ഇവിടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്, താപനില. ഓക്കെ, നമ്മളിവിടെ പ്രഷർ ആണ് ചോദിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു, ബാരോമീറ്റർ ആണ്. ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്, എന്താ, ഹൈഗ്രോമീറ്റർ ആണോ, കലോറിമീറ്റർ ആണോ? അല്ല, തെർമോമീറ്റർ. ടെമ്പറേച്ചർ വന്നാൽ എന്താ, തെർമോമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണ്? ബാരോമീറ്റർ ആണോ, മാനോമീറ്റർ ആണോ, സ്പിഗ്മോ മാനോമീറ്റർ ആണോ, ഹൈഗ്രോമീറ്റർ ആണോ? നമുക്ക് അറിയുന്നതൊക്കെ ക്യാൻസൽ ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബാരോമീറ്റർ കുറേ പേര് പറയുന്നുണ്ടല്ലോ, ബാരോമീറ്റർ ആണോ? നമ്മളെ ടോപ്പിക് പ്രഷർ ആയതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിൽ വരുന്നത് എല്ലാത്തിൻ്റെ ആൻസർ ബാരോമീറ്റർ ആവണമെന്നുണ്ടോ? ഇല്ല, ദേവപ്രിയ പറഞ്ഞത് കറക്റ്റ് ആണ്, തെർമോമീറ്റർ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നോക്ക്, ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. We have different types of thermometer. Temperature measure ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് തെർമോമീറ്റർ ആണ്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റർ ഉണ്ട്. ബാരോമീറ്റർ, ഹൈഗ്രോമീറ്റർ, കലോറിമീറ്റർ ഒക്കെ ആണോ? അല്ല. Now which instrument is used to measure blood pressure? Blood pressure, BP മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സ്പിഗ്മോ മാനോമീറ്റർ. ഓക്കെ, സോ ഓപ്ഷൻ സി is the correct answer. Now barometer is an instrument used to measure. Again പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ബാരോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാ? ഹ്യൂമിഡിറ്റി ആണോ? അല്ല, ഹൈഗ്രോമീറ്റർ ആണല്ലേ. പൊല്യൂഷൻ ആണോ? പൊല്യൂഷൻ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഓക്സിജൻ ലെവൽ ഓഫ് അറ്റ്മോസ്ഫിയർ. യെസ്, ഏതാണ് കറക്റ്റ് ആൻസർ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓപ്ഷൻ സി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു. Atmospheric pressure is measured using what? Barometer. Barometer യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നത്. ബാരോമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? മെർക്കുറി. അതായത് മെർക്കുറി യൂസ് ചെയ്തിട്ടാണ് ബാരോമീറ്ററിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവൽ, ഈ നമ്മൾ സീ ലെവലിലുള്ള ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 760 mm ഓഫ് Hg, അല്ലെങ്കിൽ Hg എന്താണ്? മെർക്കുറിയാണ്. 760 mm ഓഫ് Hg. ഇത് ഓർത്ത് വെക്കുക ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ ഇത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ MM-ലായിരിക്കും, ചിലപ്പോൾ അതായത് മില്ലിമീറ്ററിലായിരിക്കും, ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും. മീറ്ററിൽ അങ്ങനെ കാണാറില്ല, എന്നാലും മീറ്ററിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കണം? 760 millimeter ഓഫ് മെർക്കുറി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇത് സെൻറ്റിമീറ്ററിലാണ് ചോദിച്ചതെങ്കിൽ എന്തായാലും എഴുതേണ്ടത്? 76 centimeter ഓഫ് മെർക്കുറി ആയിരിക്കും. ഇനി ഇത് മീറ്ററിലാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? 0.76 m ഓഫ് മീറ്റർ ഓഫ് മെർക്കുറി. ഓക്കെ, സോ അങ്ങനെ മീറ്ററിൽ അങ്ങനെ ചോദിക്കുന്നത് കാണാറില്ല. സോ 760 mm ഓഫ് Hg ഓർ 76 centimeter ഓഫ് മെർക്കുറി, അത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി, 76 centimeter ഓഫ് മെർക്കുറി. 76 mm ആണോ? അല്ല, 760. മില്ലിമീറ്ററിലാണെങ്കിൽ 760 വേണം, സെൻറ്റിമീറ്ററിലാണെങ്കിൽ 76 ആണ്. 76 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ, 76 m ഓഫ് മെർക്കുറി ആണോ? അല്ല, മീറ്ററിലാണെങ്കിൽ 0.76 ആണ് വേണ്ടത്. എത്ര പേര് കറക്റ്റ് ചെയ്തു? കുറേ പേര് പറഞ്ഞു. ശരി, വെരി ഗുഡ്, വെരി ഗുഡ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ,
കൺവേർട്ട് ടു ATM ടു പാസ്കൽ. അപ്പം നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ATM സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ മെർക്കുറിൻ്റെ ലെവൽ യൂസ് ചെയ്തിട്ട് ബാരോമീറ്റർ വെച്ചിട്ടൊക്കെ നമ്മൾ മെഷർ ചെയ്തു എങ്കിൽ അത് നമ്മൾ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1 ATM എന്ന് പറഞ്ഞാൽ എന്താണ് 101325 പാസ്കൽ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം 1 ATM ഈസ് ഈക്വൽ ടു 1.01 ഇൻറ്റു 10⁵ പാസ്കൽ. ഈ റിലേഷൻ ഓർത്ത് വെക്കുക. 1 ATM എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.01 ഇൻറ്റു 10⁵ പാസ്കൽ ആണ്. 1.01 ഇൻറ്റു 10⁵ പാസ്കൽ. എങ്കിൽ കൺവേർട്ട് 2 ATM ടു പാസ്കൽ. 1 ATM 1.01 ഇൻറ്റു 10⁵ പാസ്കൽ ആണ്. എങ്കിൽ 2 എന്തായിരിക്കും 2 ATM 2 ഇൻറ്റു 1.01 ഇൻറ്റു 10⁵ പാസ്കൽ. അതെത്രയാണ് ഓപ്ഷൻ ബി. ഓക്കെ 2 ഇൻറ്റു 1.01 പകരം നമ്മൾ ഫുൾ എക്സാക്ട് വാല്യൂ എടുക്കുകയാണെങ്കിൽ 101325 ഇൻറ്റു 2 ചെയ്താൽ 5 ഇൻറ്റു 2 10 കിട്ടി 2. സോ വിൽ ഗെറ്റ് 2.0265 ഇൻറ്റു 5 ഡിജിറ്റ്സിലെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത്. സോ 2.0265 ഇൻറ്റു 10⁵ പാസ്കൽ. Okay, so that is the correct answer. A unit that can be used to express pressure. Pressure express ചെയ്യാനുള്ള യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചില്ല. പാസ്കൽ പെർ സെൻറ്റിമീറ്റർ. പാസ്കൽ പെർ സെൻറ്റിമീറ്റർ എന്ന് പറയാൻ പറ്റുമോ? പാസ്കൽ തന്നെ പ്രഷറിൻ്റെ യൂണിറ്റ് അല്ലേ? പാസ്കൽ തന്നെ പ്രഷറിൻ്റെ യൂണിറ്റ് അല്ലേ? അപ്പം പാസ്കൽ പെർ സെൻറ്റിമീറ്റർ പറ്റുമോ? ഇല്ല. ന്യൂട്ടൺ പെർ സെൻറ്റിമീറ്റർ ആണോ? അല്ല. നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ന്യൂട്ടൺ വരും, പക്ഷെ താഴെ സെൻറ്റിമീറ്റർ ആണോ വരിക? അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ എന്താ തെറ്റല്ലേ? എന്തായിരിക്കും മീറ്റർ സ്ക്വയർ അല്ലേ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വേണ്ടേ? നെക്സ്റ്റ് കിലോഗ്രാം വെയിറ്റ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ കറക്റ്റ് ആണോ? യെസ്. ബാർ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ല. ബാർ എന്താണ് പ്രഷറിൻ്റെ മറ്റൊരു യൂണിറ്റ് ആണ്. Now, the instrument used to measure atmospheric pressure. Atmospheric pressure measure ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചില്ല. ഏതാണ്? ബാരോമീറ്റർ, ഗ്ലൂക്കോമീറ്റർ, ലാക്ടോമീറ്റർ, കലോറിമീറ്റർ. അഗെയിൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ? നേരത്തെ ടെമ്പറേച്ചർ ആയിരുന്നു, ഇപ്പോൾ പ്രഷറാണ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ 1 ബാരോമീറ്റർ ഈസ് ദി കറക്റ്റ് ആൻസർ. Now, the upward force exerted by a fluid on an object immersed in it is called. എന്താണത്? ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഇപ്പം ജസ്റ്റ് ഇമേജ് നിങ്ങളൊരു കണ്ടെയ്നറിൽ വെള്ളം എടുത്തു. ഓക്കെ, അതിലേക്ക് നിങ്ങളൊരു ബോൾ ഇട്ടു. ഇനി നിങ്ങൾ ബോൾ ഇട്ട് ആ ബോളിനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സംടൈംസ് യു ക്യാൻ ഫീൽ ആൻ അപ്വേർഡ് ഫോഴ്സ്. ഒരു ഒപ്പോസിങ് ഫോഴ്സ്, മുകളിലേക്ക് ഒരു ഫോഴ്സ് ഇങ്ങനെ ഒപ്പോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അതെന്താണ്? നമ്മൾ ഈ ബോൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബോൾ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ? താഴേക്കൊരു ഒരു mg ഉണ്ട്. അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡ് ഒരു ഫോഴ്സ് മുകളിലേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയന്റ് ഫോഴ്സ് അഥവാ അപ് ത്രസ്റ്റ്. ഓക്കെ, എന്താണ് ബോയന്റ് ഫോഴ്സ്? ഇസ് ദി അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഫ്ലൂയിഡ്, ലിക്വിഡ് ഓർ ഗ്യാസസ് ഓൺ ആൻ ഒബ്ജെക്ട് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ്. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൻ്റെ മുകളിൽ ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലത്തിനെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താണ് ഈ ബോയന്റ് ഫോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബോയന്റ് ഫോഴ്സ് അപ് ത്രസ്റ്റ്. ബോയന്റ് ഫോഴ്സ് തന്നെയാണ് നമ്മൾ അപ് ത്രസ്റ്റ്. ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ബോയന്റ് ഫോഴ്സിനെ തന്നെയാണ് നമ്മൾ അപ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഹോംവർക്ക് പറഞ്ഞതായിരുന്നു. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡു മൗണ്ടൈനേഴ്സ് എക്സ്പീരിയൻസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്? അതായത് മൗണ്ടൈനേഴ്സിലെ പർവ്വതാരോഹികൾ അല്ലേ, മൗണ്ടൈനൊക്കെ കയറി പോകുന്ന ആളുകൾ എന്താ ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അവിടെ എന്ത് സംഭവിക്കുന്നത്? എക്സ്പീരിയൻസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഓൾറെഡി. അവർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാൻ കാരണം റീസൺ എന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. സോ ഈ 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓൾ റൈറ്റ്. സോ അത്രയാണ് നമ്മൾ പ്രഷറിൻ്റെ ത്രസ്റ്റ് അല്ലെങ്കിൽ പ്രഷറിൻ്റെ പാർട്ട് നമുക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.